ഹലോ ഗായ്സ്, പുതിയ ഒരു സിംഗപ്പൂർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഒരു സിറ്റ് ഡൗൺ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു സിംഗപ്പൂർ വ്ളോഗ് അല്ല, പക്ഷെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കംപ്ലീറ്റ് സിംഗപ്പൂർ ഗൈഡാണ്. അതായത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അഥവാ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ആ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എനിക്ക് അറ്റ്ലീസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും അത് ഇട്ടോളുക. അപ്പം ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എല്ലാ ഡീറ്റെയിൽസും മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോട്ട് പാഡിൽ ഇത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് സിംഗപ്പൂർ ഡിസൈഡ് ചെയ്തത് എന്ന് വെച്ചിട്ടാണ്. സിംഗപ്പൂർ എന്തിനാ ഡിസൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള കൺട്രീസിൽ ഡെവലപ്ഡ് കൺട്രീസ് നോക്കാനാണെങ്കിൽ സിംഗപ്പൂർ ആയിരുന്നു ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ. ഞങ്ങൾ റിസർച്ചൊക്കെ ചെയ്തപ്പം അതാണ്, സിംഗപ്പൂരാണ് നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ട് തോന്നിയത്. സിംഗപ്പൂർ മാത്രമാണ്. അതുകൊണ്ടാണ് സിംഗപ്പൂർ ചൂസ് ചെയ്തത്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ്. അപ്പം അവരുടെ കൂടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിൻ്റെ എക്സ്പെൻസ് നമുക്ക് സേവ് ചെയ്യാമായിരുന്നു. അപ്പം ഒബ്വിയസ്ലി നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കില്ലേ നമ്മൾ സ്റ്റേ ചെയ്യുക. ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കില്ലല്ലോ. അപ്പം അതായിരുന്നു സെക്കൻഡ് റീസൺ. അപ്പം നമുക്ക് ആ ഒരു കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റി നമ്മൾ സിംഗപ്പൂർ പോയ കാരണം. അപ്പം അതായിരുന്നു മെയിൻ രണ്ട് റീസൺസ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ബഡ്ജറ്റ് ടോട്ടലി എന്തായിരുന്നു എന്ന്. അപ്പം അപ്പാർട്ട് ഫ്രം ഹോട്ടൽ എക്സ്പെൻസ് നമ്മുടെ ബഡ്ജറ്റ് 1 lakh rupees ആയിരുന്നു. അപ്പം അതിൻ്റെ അകത്തിൽ നമ്മുടെ ഫ്ലൈറ്റ് ചാർജസും പിന്നെ നമ്മുടെ അല്ലാത്ത ട്രാവലും ഫുഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ബഡ്ജറ്റാണ് 1 lakh എന്ന് പറയുന്നത്. അഥവാ ഇപ്പം നിങ്ങൾക്ക് വേറെ ഹോട്ടൽ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പോരായിരിക്കും. അപ്പം ഇതിനെക്കാട്ടിലും കൂടുതൽ വരാം ബഡ്ജറ്റ്. അപ്പം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വിസ ആൻഡ് പാസ്പോർട്ടാണ്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഓൾറെഡി പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അഥവാ പാസ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് അത് ആദ്യം ഉണ്ടാക്കുക പാസ്പോർട്ട്. അതിനുശേഷം നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾക്ക് വിസ മാത്രം അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പം വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 4-5 ഓപ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഓൺ അറൈവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് അറേഞ്ച് ബൈ ലോക്കൽ സ്റ്റേയിങ് ദെയർ. അതായത് അവിടെ ആരെങ്കിലും നോൺ പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിസ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് 1-2 ഓപ്ഷൻസ് ഉള്ളത്. അപ്പം ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്ന കാരണം അവരാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. ഇനി നമ്മൾ എത്ര ദിവസമാണ് അവിടെ സ്റ്റേ ചെയ്തത്? നമ്മൾ ആക്ച്വലി 4 ദിവസമാണ് അവിടെ സ്റ്റേ ചെയ്തത്. ആദ്യത്തെ ദിവസം അവിടെ എത്തിയിട്ട് ഫുള്ള് കറങ്ങി. പിന്നെ 4-ാമത്തെ ദിവസം നമ്മൾ രാത്രിയിലാണ് അവിടുന്ന് തിരിച്ച് വന്നത്. അപ്പം ടോട്ടലി 4 days ഓഫ് സ്റ്റേ ആയിരുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ 4 days ഡിസൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നമുക്ക് എത്ര ദിവസത്തെ ബഡ്ജറ്റ് ഉണ്ടാവും അതിനനുസരിച്ചാണ് നമ്മൾ ഡേയ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്, മേജർ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്. അപ്പം ഇവിടെ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏരിയാസ് മാത്രം കവർ ചെയ്താൽ മതിയായിരുന്നു. ലൈക്ക് സിംഗപ്പൂർ ഒരു വലിയ സ്ഥലമൊന്നുമല്ല, കുറച്ചൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക്
ഡേയ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ 4 ഡേയ്സ് ഡിസൈഡ് ചെയ്തത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സിംഗപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്താൽ മതിയായിരുന്നു. പിന്നെന്ന് പറയുന്നത് ഇവിടെ ഫ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു മേജർ പോയിന്റ് പറയാനുള്ളത്. അതായത് സിംഗപ്പൂരിലെ എയർപോർട്ട്, അതായത് ഷാങ്കി എയർപോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. അവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ, മൊത്തം ഡേ കറങ്ങി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഫുൾ എയർപോർട്ട് തന്നെ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എത്തിയ സമയത്ത് ഓൺ അറൈവൽ നമ്മൾ അവിടെ നോക്കിയില്ല, എയർപോർട്ടൊന്നും നോക്കിയില്ല. പക്ഷെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഡിപ്പാർച്ചർ ടൈമിൽ നമുക്ക് സമയമുണ്ട്, നമുക്ക് അന്നേരം അവിടെ ഒക്കെ കറങ്ങി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ നമ്മുടെ ടിക്കറ്റ് ടൈമിങ്സ് എന്ന് പറയുന്നത് രാത്രി മിഡ് നൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. 12 മണി 1 മണി സമയമായിരുന്നു നമ്മുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അത് കാരണം നമുക്ക് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല. മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡോർ വാട്ടർഫോൾ ആണ്. അതാണ് ഐ തിങ്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾ ആണ് അവിടുത്തെ. സോ നിങ്ങൾ ദയവ് ചെയ്ത് അത് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തൊക്കെ ലൈക്ക് അവിടെ അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം മാറ്റി വയ്ക്കുക. അതൊരു മേജർ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. ഞങ്ങളുടെ ടൈമിങ്സ് കാരണം നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഉള്ളൊരു പോയിന്റ് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാങ്കി എയർപോർട്ടിൽ ഒരു ഏർലി ലഗേജ് ചെക്ക്-ഇന്നിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ലഗേജ് എടുത്തിട്ട് കറങ്ങണമെന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്ലൈറ്റ്സിനും ആ ഓപ്ഷൻ അവിടെ ഇല്ല. അതായത് ലിമിറ്റഡ് ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ്സിൻ്റെ. അപ്പം ഞങ്ങൾ പോയ ഫ്ലൈറ്റിൻ്റെ അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതും ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് റിസർച്ച് ചെയ്യുക. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 വർഷത്തോളം ആയത് കാരണം എനിക്ക് ഏത് ഫ്ലൈറ്റാന്ന് പോലും ഓർമ്മയില്ല. ഞാൻ സ്ക്രീനിലിട്ടേക്കാം. ആ ഫ്ലൈറ്റിന് എന്തായാലും അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടേരാം. ഞാനത് റിസർച്ച് ചെയ്തിട്ട് ഞാൻ പറയാം. ബട്ട് നിങ്ങളുടെ റിസർച്ച് ചെയ്തോളുക. നന്നായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളത് ഡിസൈഡ് ചെയ്യുക ഏതൊക്കെ ഫ്ലൈറ്റ്സ് ആണുള്ളത്, ആ ഫ്ലൈറ്റ്സിൻ്റെ ഓപ്ഷൻ നമ്മുടെ ഇന്ത്യയിലുണ്ടോ, ചീപ്പാണോ, അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം നിങ്ങളവിടെ പോകാൻ. അപ്പം അതായിരുന്നു എനിക്ക് ഫ്ലൈറ്റിനെ പറ്റി പറയാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത് അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം നമ്മൾ ഗൂഗിൾ ചെയ്തു. ജനറലി നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതല്ലേ ആദ്യം ചെയ്യാം. അപ്പം നമ്മൾ ഫുള്ള് ഗൂഗിൾ ചെയ്തു. നമ്മൾ മെയിൻ അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്ന് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇന്നതൊക്കെയാണ്. പിന്നെ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സുമായിട്ടും ഡിസ്കസ് ചെയ്തു. അപ്പം എത്ര സമയം എടുക്കും ഈച്ച് അട്രാക്ഷന്, എത്ര സമയം എടുക്കും. അപ്പം പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള അട്രാക്ഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഗാർഡൻസ് ബൈ ദ ബേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 2-3 അട്രാക്ഷൻസ് ഒരുമിച്ചുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ വേറെ ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റാതെ നമ്മൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ ദിവസമാക്കി. പക്ഷെങ്കിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ആ ഗാർഡൻസ് ബൈ ദ ബേക്കകത്തിൽ നിങ്ങൾ കയറുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഫുള്ള് കറങ്ങാൻ നിങ്ങൾക്ക് നടന്ന് തന്നെ കറങ്ങേണ്ടി വരും. അല്ലാതെ അവിടെ അകത്ത് ട്രാൻസ്പോർട്ടേഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഫുൾ ഡേ നടക്കുമായിരുന്നു. ഇൻഫാക്ട് നമ്മൾ ആദ്യം ചൈന ടൗൺ ആണെന്ന് തോന്നുന്നു ഒരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ഷോപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മുടെ 3rd ഡേയുടെ നമ്മുടെ കറക്കം തുടങ്ങിയത്. അതും ഒരു മേജർ എന്താണ് പറയുക ഡ്രോബാക്ക് ആയിരുന്നു. ഡ്രോബാക്ക് അല്ല, നമ്മൾ ഫൂളിഷ്നെസ് കാണിച്ചതാണ്. ഷോപ്പിംഗ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല പ്ലീസ്.
നിങ്ങൾ ആ ഷോപ്പിംഗ് ചെയ്ത സാധനം നിങ്ങളുടെ കൂടെ കൊണ്ടു നടക്കുകയല്ലേ ചെയ്യണത്. അപ്പം അതൊരു ഫെയിലിയർ ആയിരുന്നു ഞങ്ങളുടെ. അപ്പം അത് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഡേ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഷോപ്പിംഗ് ചെയ്തോളൂ. അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് സമയമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ എപ്പോൾ ഒക്കെ സമയം കിട്ടിയോ അങ്ങനെയൊക്കെ ഷോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ എത്തിയടുത്ത് എന്തെങ്കിലും അങ്ങനെ സോവിനിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അങ്ങനെ ബൈ ചെയ്തു. അല്ലാതെ നമ്മൾ ഷോപ്പ് ചെയ്തത് ഒരു ഡൈസോ എന്ന് പറഞ്ഞിട്ടൊരു അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തിൽ എല്ലാ സാധനങ്ങളും എന്ത് സാധനം എടുത്തു കഴിഞ്ഞാലും $2 സിംഗപ്പൂർ $2 അകത്തിലായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞാൻ മേജർ സാധനങ്ങൾ മേടിച്ചത്. അല്ലാതെ പിന്നെ അവിടെ സോവനിയേഴ്സ് ഇല്ലായിരുന്നു. അതായത് സിംഗപ്പൂരിൻ്റെ കുറേ അട്രാക്ഷൻസിൻ്റെ ഒക്കെ ഉള്ള കീ ചെയിൻ അതുപോലത്തെ സാധനങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ വേറെയാണ് പർച്ചേസ് ചെയ്തത്. മെട്രോ സ്റ്റേഷനിൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഷോപ്സിൽ നിന്നാണ്. ചൈന ടൗൺ ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും സ്ക്രീനിലിട്ടേക്കാം എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന്. അപ്പം അവിടെ നിന്നായിരുന്നു ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. അല്ലാതെ നമ്മൾ വേറെ സമയം ഒന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ അതിൻ്റെ അക്കോർഡിങ് വേണം പ്ലാൻ ചെയ്യാൻ. ഞാൻ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഭയങ്കര ഹെക്റ്റിക് ആവും. നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ അത്രയും അതിനെ ചുരുക്കി നമ്മൾ ചെയ്യാൻ നോക്കിയത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ബഡ്ജറ്റ് കൂട്ടാമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കുറച്ച് ദിവസം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആരാംസെ പോയിട്ട് വരാവുന്നതാണ്. അപ്പം അതായിരുന്നു അബൌട്ട് എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്നൊക്കെയുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. ഇനിയുള്ള പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് പറയുകയാണെന്നുണ്ടെങ്കിൽ വെൽ കണക്റ്റഡ് ഏരിയാസ് ആണെന്ന് വേണം പറയാൻ. കാരണം എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും. ബസ്സാണെങ്കിലും മെട്രോസ് ആണെങ്കിലും നല്ല പോലെ കണക്റ്റഡ് ആണ്. പിന്നെ എല്ലായിടത്തും സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഭയങ്കര ഈസിയാണ് സിംഗപ്പൂരിൽ ട്രാവൽ ചെയ്യാൻ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്ത്യയുടെ കൂട്ട് അങ്ങനെ ബസ്സസ് ഇല്ല, അതില്ല, അങ്ങനെയൊന്നുമില്ല. എവ്രി നുക്ക് ആൻഡ് കോർണറിൽ നിങ്ങൾക്ക് ഒന്നുകിൽ മെട്രോ സ്റ്റേഷൻസ് അല്ലെങ്കിൽ ബസ് സ്റ്റേഷൻസ് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ നല്ല പോലെ തന്നെ അവർ ഡയറക്ഷൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു മേജർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് പബ്ലിക് ട്രാൻസ്പോർട്ടിനെയാണ് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ക്യാബ് ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര അവിടെ കുറവാണ്. പിന്നെ അത് ചാർജബിളും ആയിരിക്കും, കൂടുതൽ ലൈക്ക് എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുമ്പം ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകം ഒരു നമ്മുടെ ഇവിടുത്തെ മെട്രോ കാർഡ് പോലെ തന്നെ ഒരു മെട്രോ കാർഡ് ഉണ്ട്. ആ കാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഈവൻ മെട്രോയിലാണേലും അല്ലാതെ ബസ്സസിലാണേലും പഞ്ചിങ് സിസ്റ്റം ഉണ്ട്. അപ്പം പഞ്ചിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അതേ സെയിം കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ആ കാർഡ് ആരുടെയും കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവർ വേറെ ഏതെങ്കിലും കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, അതേ കാർഡ് ഇവിടെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കാർഡ് മേടിച്ചിട്ട് അതിൻ്റെ അകത്തിൽ റീചാർജ് ചെയ്താൽ മതിയാവും. ഞങ്ങളതാണ് ചെയ്തത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മലേഷ്യക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന കാർഡ് നമ്മൾ മേടിച്ചിട്ട് അതിൻ്റെ അകത്തിൽ റീചാർജ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് സിംഗപ്പൂരിൽ ചെന്നിട്ട് കാർഡ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എയർപോർട്ടിൽ തന്നെ അവിടെ മേടിക്കാൻ സാധിക്കും. അപ്പം അവിടെ ചെന്നിട്ട് മേടിച്ചാലും മതിയാവും. അഥവാ നിങ്ങൾക്ക് വേറെ ആരും കാർഡ് അങ്ങനെ തരാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ആ കാർഡ് മേടിക്കാവുന്നതാണ്. അപ്പം നമ്മൾ അവിടെ റീചാർജ് ചെയ്തതിൻ്റെ ഞാൻ അമൗണ്ട് പറയാം. കാരണം കാർഡിൻ്റെ എനിക്ക് ഡീറ്റെയിൽഡ് അറിഞ്ഞുകൂടാ. ഞാൻ കാർഡ് മേടിക്കാത്ത കാരണം അതിന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് നമ്മൾ റീചാർജ് ചെയ്ത അമൗണ്ട് എന്ന് പറയുന്നത് $60 ആണ് 2 പേർക്കൂടെ കൂടി. അപ്പം ഏകദേശം ട്രാവലിന് ഒരു $30 പെർ പേഴ്സൺ നിങ്ങൾ എടുത്തോളൂ. ഈവൻ മെട്രോ ആൻഡ് ബസ് ഇൻക്ലൂഡ് ചെയ്തിട്ട്, രണ്ടും ഒരേ കാർഡായതുകൊണ്ട് രണ്ടിൻ്റെ ഇതിൻ്റെ അകത്തിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയാണ് നമ്മൾ റീചാർജ് ചെയ്തത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്
നമ്മൾ മൊബൈൽസ് ഡേറ്റ അല്ലെങ്കിൽ ഫോൺ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തന്നെ ഇന്റർനാഷണൽ പ്ലാൻ എന്തെങ്കിലും നിങ്ങളുടെ സിമ്മിൽ ചെയ്തേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഒരു സിംഗപ്പൂരിൻ്റെ സിമ്മ് മേടിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഏത് കൺട്രിയിലാണോ അവിടുത്തെ അക്കോർഡിംഗ് നിങ്ങളുടെ സിമ്മിൽ തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ഇന്റർനാഷണൽ പ്ലാൻ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് അവിടെ തന്നെ നിങ്ങൾക്ക് സിമ്മിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, മേടിക്കാൻ പറ്റും. അപ്പം അവിടെ ചെന്നിട്ട് എല്ലാം പ്ലാൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള അവർ സിമ്മ് അങ്ങനെ തന്നെ ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ബൈ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കേസിൽ ഞാൻ അവിടെ ചെന്നിട്ട് സിം എടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്തിലുള്ള ഡേറ്റ പ്ലാനും ഒക്കെ ഉള്ള ഒരു റീചാർജ് ആണ് ചെയ്തത്. ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇവിടുന്ന് തന്നെ ഇന്റർനാഷണൽ പ്ലാന് റീചാർജ് ചെയ്തിട്ടാണ് പോയത്. അപ്പം ആൾക്ക് സിമ്മ് മേടിച്ചിട്ടില്ല. അപ്പം എനിക്ക് മാത്രമായിരുന്നു സിംഗപ്പൂരിൻ്റെ സിമ്മ് മേടിച്ചത്. അപ്പം സിമ്മിൻ്റെ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു $32 ആയിരുന്നു സിമ്മിൻ്റെ കോസ്റ്റ്. അപ്പം അത്രയാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡാണ് മേജർ എക്സ്പെൻസ്. ഇവിടെ ഫുഡിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ മേജർലി നിങ്ങൾക്ക് അവിടെ നോൺ വെജിറ്റേറിയൻ ഫുഡായിരിക്കും കിട്ടുക. അഥവാ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരിക്കും. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യുക, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എവിടെയാണ് വെജിറ്റേറിയൻ ഫുഡ് ഉള്ളത് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പോവുക. കാരണം അവിടെ ചെന്നിട്ട് കിടന്നുകൊണ്ട് ജസ്റ്റ് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മേജർലി നിങ്ങൾക്ക് എല്ലായിടത്തും നോൺ വെജ് ഫുഡ് ആയിരിക്കും കാണുക. ഉണ്ട്, വെജിറ്റേറിയൻ ഉണ്ട്, ബട്ട് ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദയവേത് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പോവുക, അവിടെ ഇന്ന സ്ഥലത്താണ് വെജിറ്റേറിയൻ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നെ നമ്മുടെ കോസ്റ്റിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം $10 to $26 പെർ മീൽ നമുക്ക് അവിടെ കോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് $26 വരെ പോയിട്ടുണ്ട്. അപ്പം ഏകദേശം പറയാനാണെന്നുണ്ടെങ്കിൽ $10 to $30 എടുത്തോളുക, ഇത്രയും പെർ മീൽ അവിടെ സ്പെൻഡ് ആവും. സോ അതാണ് കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ടിക്കറ്റ്സിനെ പറ്റി പറയാം. അതായത് അട്രാക്ഷൻസിനൊക്കെ ഓരോരോ ടിക്കറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പം അതിനൊക്കെ ഞാൻ പെർ ഡേ ബേസിസിൽ നമുക്ക് പോകാം. അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ ട്രാവൽ ചെയ്ത് എവിടെയാണ് ഏതാണ് അതിൻ്റെ ടിക്കറ്റ് അതൊക്കെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ദിവസം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ മേജർ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്തതെന്ന് പറയുന്നത് Klook.com നിന്നാണ്. ക്ലൂക്ക് എന്ന് പറയുന്നത് KLOOK.com. അപ്പം അവിടെ നിന്നാണ് നമ്മൾ മോസ്റ്റ്ലി എല്ലാ ടിക്കറ്റ്സും ബൈ ചെയ്തത്. അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ പോയത് കേബിൾ കാറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കേബിൾ കാർ സ്കൈ പാസിൻ്റെ നമുക്ക് കോസ്റ്റ് വന്നത് ഇന്ത്യൻ റുപ്പീസിൽ 1975 ആണ്. പിന്നെ നമ്മൾ അന്ന് തന്നെ സീ അക്വേറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടിക്കറ്റ് ചാർജസ് എന്ന് പറയുന്നത് 2698 ആണ്. ഇന്ത്യൻ റുപ്പീസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. സീ അക്വേറിയത്തിൻ്റെ 2698 റുപ്പീസാണ്. പിന്നെ സെക്കൻഡ് ഡേയിൽ നമ്മൾ സൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം സൂവിൻ്റെ ടിക്കറ്റ് വിത്ത് ട്രാം റൈഡ്, അതായത് അവരുടെ വണ്ടി ഉണ്ട് സൂവിൻ്റെ അകത്തിൽ തന്നെ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ അമൗണ്ട് 3022 ആണ് സൂവിൻ്റെ ടിക്കറ്റ്. ഇനി തേർഡ് ഡേയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ തേർഡ് ഡേയുടെ ആണ് ഞാൻ പറഞ്ഞത് കുറേ അട്രാക്ഷൻസ് നമ്മൾ കവർ ചെയ്തു. അപ്പം അതിൻ്റെ പറയാനാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പോയത് സിംഗപ്പൂർ ഫ്ലയറിലാണ്. ഇങ്ങനെ ഒരു ഫ്ലയർ ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലങ്ങളും കാണത്തക്കണക്കുള്ള വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സിംഗപ്പൂർ ഫ്ലയർ. അപ്പം അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് അത് നമ്മൾ അവിടെ പോയിട്ടായിരുന്നു മേടിച്ചത്, സിംഗപ്പൂരിൽ പോയിട്ടായിരുന്നു മേടിച്ചത്. അപ്പം അത് ഏകദേശം $66 ഫോർ ബോത്ത് ആണ്. അതായത് എനിക്കും ഹസ്ബൻഡിനും കൂടെ കൂടിയിട്ട് $66 ആണ്
ഉണ്ടായിരുന്നത്. അപ്പം പെർ പേഴ്സൺ പറയാനാണെങ്കിൽ $33 പെർ പേഴ്സൺ ആയിരിക്കും. അതാണ് സിംഗപ്പൂർ ഫ്ലയറിൻ്റെ ചാർജ്. പിന്നെ നമ്മൾ പോയത് ഗാർഡൻസ് ബൈ ദ ബേ ആൻഡ് OCBC സ്കൈവേയിലാണ്. അപ്പം ഇതിൻ്റെ അകത്തിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. അതിൻ്റെ അകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫ്ലവർ ഡോം അഡ്മിഷൻ, ഫ്ലവർ ഡോമിൻ്റെ ഉണ്ട്, ക്ലൗഡ് ഫോറസ്റ്റ് അഡ്മിഷൻ, OCBC സ്കൈവേ അഡ്മിഷൻ. ഇത് മൂന്നുമാണ് ഇതിൻ്റെ അകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് എല്ലാത്തിൻ്റെയും കൂടെ അമൗണ്ട് എന്ന് പറയുന്നത് 3085 റുപ്പീസാണ്. ഇന്ത്യൻ റുപ്പീസിലാണ് പറയുന്നത്, 3085 റുപ്പീസ്. പിന്നെ നമ്മൾ പോയത് മറീന ബേ സാൻഡ്സ് സ്കൈ പാർക്കിലാണ്. അപ്പം അവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ടായിരുന്നു. ആ ഒബ്സർവേഷൻ ഡെക്കിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത് 2056 ആയിരുന്നു. സോ ഇതായിരുന്നു തേർഡ് ഡേയുടെ കംപ്ലീറ്റ് ടിക്കറ്റ് ചാർജസ്. ഇനി ഡേ 4ൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഡേ 4 നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് മാത്രമാണ് പോയത്. അപ്പം അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 6917 റുപ്പീസാണ്. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു എക്സ്പ്രസ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രസ് പാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ഒരു ക്യൂ ഉണ്ടാവും ഒരു റൈഡിലേക്ക് കയറാനുള്ള. അപ്പം ആ ക്യൂയിൽ കയറാതെ നമുക്ക് പെട്ടെന്ന് അവിടെ ആ ഒരു റൈഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിന് ഈ എക്സ്പ്രസ് പാസ് കാണിച്ചാൽ മതിയാവും. അപ്പം ആ എക്സ്പ്രസ് പാസിന് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പം ആ എക്സ്പ്രസ് പാസിൻ്റെ ലൈനിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വേഗം നിങ്ങൾക്ക് അകത്തേക്ക് കയറാവുന്നതാണ്. അപ്പം ആ എക്സ്പ്രസ് പാസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് $80 ഫോർ ബോത്ത്. അതായത് എനിക്കും ഹസ്ബൻഡിനും കൂടെ $80 ആണെന്നുണ്ടെങ്കിൽ പെർ പേഴ്സൺ $40 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതാണ് കംപ്ലീറ്റ് ടിക്കറ്റിൻ്റെ ചാർജ്. അപ്പം ഇതോടുകൂടി ഐ തിങ്ക് ഞാൻ മോസ്റ്റ് ഓഫ് ദ തിങ്സ് കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അഥവാ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് സെക്ഷനിൽ ഇടുക. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ, ബൈ.